കുമാവൂൺ റീജിയൻ ഓഫ് ഉത്തരാഞ്ചൽ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന പ്രദേശത്തൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആ കുമയൂൺ പ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് ഇത്തരം കാഴ്ചകൾ കൂടുതൽ കാണുമ്പോഴാണ്. ഇതിപ്പോൾ ശരിക്കും കാഴ്ച കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രയ്ക്ക് ഇങ്ങനെ മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. വളരെ മിസ്റ്റിയായിട്ട് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ് ഈ പരിസരം. പൈൻ ട്രീസും മലനിരകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആംബിയൻസ് തന്നെയാണ്. നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന ഇങ്ങനെ മലനിരകൾ എന്ന് പറയുന്നത് മൗണ്ടൻസ് ആൻഡ് മൗണ്ടൻസ് ഇങ്ങനെ പോകണം. അപ്പോൾ ഹിമാലയ സാനുക്കളാണ് ഏറ്റവും പിന്നിലായിട്ട് കാണുന്നത്. പക്ഷെ ഇപ്പോൾ അതിന് വിസിബിലിറ്റി പ്രോബ്ലം ഉണ്ട്. കാര്യം അത്രയ്ക്ക് ഇങ്ങനെ മഞ്ഞിങ്ങനെ വന്ന് മറഞ്ഞിരിക്കുകയാണ്. വൈകുന്നേര സമയമാണ്, സൂര്യൻ അസ്തമിക്കാറായി വരുന്നു, മഞ്ഞ് മൂടി തുടങ്ങി. പക്ഷേ ദൂരെ നമുക്ക് ചില കാഴ്ചകൾ കാണാം. ഈ കുന്നിൻ്റെ മുകളിലായിട്ടും താഴെയുള്ള വാലീസായിട്ടും അവിടെയെല്ലാം ഈ ഹിൽ സ്റ്റേഷൻസൊക്കെ കാണാനും ചെറു പട്ടണങ്ങളായി രൂപീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതെല്ലാം മലമുകളിൽ കാണുന്ന ഹിൽ ടോപ്പിൽ കാണുന്ന ടൗൺഷിപ്പുകളാണ്. ധാരാളം വീടുകളും റിസോർട്ടുകളും ബിൽഡിങ്സും ഒക്കെ ആയിട്ട് ശരിക്കും ജനജീവിതം അവിടെ വളരെ സജീവമാണ്. മോൾ റോഡ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ അൽമോറയുടെ പല പല ഭാഗങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഹിൽ ടോപ്പാണ്. ഇതിവിടുത്തെ ശാരദാ മഠത്തിൻ്റെ ടെമ്പിളും ശാരദാ മഠം എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്, അവരുടെ പ്ലേസാണ്. അപ്പോൾ ഇവിടെയാണ് ശാരദാ മഠത്തിലെ ക്ഷേത്രമൊക്കെ വരുന്നത്, ശാരദാ മഠം ടെമ്പിൾ. പിന്നെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പൈൻ ട്രീസ് മാത്രമല്ല, ഇവിടെ കാണുന്ന ഓരോ ചെടിയും ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നാറുണ്ട്. കാര്യം നമ്മുടെ നാട്ടിലും പലപ്പോഴും ഈ ചെടിയെല്ലാം ഓർണമെൻ്റലായിട്ട് കാണാറുണ്ട് അല്ലേ? ഇത് കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ ചെടി ചട്ടിയിൽ വളർത്തും, അല്ലാണ്ട് പൊക്കത്തിൽ വളരും. പക്ഷേ ഇതൊന്നും കായ്ച്ച് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കൂ, എല്ലാത്തിനും കായുണ്ട്, ഫ്രൂട്ട്സ്. അതിനൊക്കെ പുഷ്പിക്കാനും കായ്ക്കാനും കഴിയുമെന്നുള്ളത് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. കാര്യം ഇതൊട്ടും തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള അന്തരീക്ഷമല്ല. ഒരു പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് ആകാം, ഇവിടുത്തെ കാറ്റാകാം, ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷവും കാലാവസ്ഥയുമാകാം. ഈ മരം പോലും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. പിന്നെ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. ഓരോ പുല്ലിലും പൂക്കൾ വിടർന്ന് നിൽക്കുന്ന കാഴ്ച കാണാം. കണ്ടില്ലേ? പിങ്ക്, വയലറ്റ്, യെല്ലോ, ഇതിങ്ങനെ കാറ്റിൽ ആടി ഉലയുന്ന ഒരു ദൃശ്യം. എത്ര ഭംഗിയാണ്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാനായിട്ട് താഴേക്ക് വരുന്ന ഒരു സമയമാണ്. കുറച്ച് കാണാം, സണ്ണിനെ നമുക്ക് നോക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. സൂര്യൻ്റെ തണലിൽ ഇങ്ങനെ, അല്ലെങ്കിൽ സൂര്യനെ ആശ്രയിച്ച് ഈ ജീവജാലങ്ങളെല്ലാം ഇങ്ങനെ സന്തോഷിച്ചാറാടുന്ന കാഴ്ച. ഇതൊക്കെ കണ്ടില്ലേ? കാറ്റൊക്കെ ആടി ഉലയുന്നു. അതൊക്കെ സന്തോഷത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ചെടികളെല്ലാം ഹാപ്പിയാണ്. അതാണ് അവരുടെ ഈ ഡാൻസിൻ്റെ കാര്യം, ഡാൻസിങ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് മറ്റൊരു പോയിന്റിലേക്ക് വരികയാണ്. ഇവിടെ നിന്ന് നോക്കൂ, അവിടെ ഒരു പോയിന്റ് കാണുന്നുണ്ടല്ലോ. അതൊരു വ്യൂ പോയിന്റ് പോലെ തോന്നുന്നില്ലേ? അതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫോർമേഷനാണ്. ശരിക്കും ഒരു പാറ അങ്ങോട്ട് തള്ളി നിൽക്കുവാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ വാലി വ്യൂ ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാം. ഒന്ന് നടന്ന് നോക്കിയാലോ അവിടെ വരെ. ഏതാണ്ട് അവിടെ എത്താറായി. നോക്കൂ, കുറച്ചുകൂടി ഉണ്ട്. വയ്യാത്ത സന്തോഷം. ഇപ്പോൾ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്നുള്ളൊരു ഫീലാണ്. ലോകത്തിൻ്റെ നെറുകയിൽ കയറി നിൽക്കുന്ന ഒരു ഫീൽ. ഹിമാലയത്തിൻ്റെ മുകളിൽ എവറസ്റ്റൊന്നും കീഴടക്കിയിട്ടില്ല. പക്ഷെ നോക്കൂ, നമ്മളിപ്പോൾ നിൽക്കുന്ന അൽമോറയുടെ ഒരു ടോപ്പ് പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് ആൾക്കാർ വന്ന് നിൽക്കുന്ന സ്ഥലമൊന്നുമല്ല, പക്ഷെ ഞാനിവിടേക്ക് അറിഞ്ഞതാണ്. ഈ പാറയുടെ അറ്റത്തൊന്ന് നിന്നാൽ താഴേക്ക് 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 വാലീസ്, നമ്മളുടെ താഴ്വാരങ്ങളും അപ്പുറത്തെ സൈഡിലെ മലനിരകളും. എത്ര മലനിരകളാണ്! ഇങ്ങനത്തെ കാറ്റത്ത് ആടി ഉലയുന്ന പൈൻ ട്രീസാണ് എനിക്ക് ചുറ്റും. ഞാൻ ഈ കാറ്റ് നന്നായി ആസ്വദിക്കുകയാണ്. നാച്ചുറൽ ബ്രീസ്. ഇതെന്താ ഇത്? പൊല്യൂഷൻ ഇല്ലാത്ത എയർ ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുന്നിൽ ഇപ്പോൾ ശൂന്യത പോലെയാണ്. കാര്യം താഴേക്ക് നോക്കൂ, ഞാനൊരു വലിയൊരു ക്ലിഫ് ടോപ്പിലാണ് നിൽക്കുന്നത്. താഴേക്ക് 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 പൈൻ വാലി.
കാഴ്ചയാണ്. ആ ഗർദം എന്ന് പറയുന്നത് പൈൻ വാലിയാണ്, പൈൻ ട്രീസിൻ്റെ താഴ്വാരം. അതിനും താഴെ സ്റ്റെപ്പ് കൾട്ടിവേഷൻ്റെ ഭാഗങ്ങൾ, പിന്നെ ഇങ്ങനെ വൈൻഡിങ് റോഡ്സ്, അതിനപ്പുറത്തേക്ക് മലനിരകൾ, അവിടെയും ടൗൺഷിപ്പുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നൈനിറ്റാളും അൽമോറയുടെ മറ്റു ഭാഗങ്ങളും റാണിക്കെട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഈ മലനിരകളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. എല്ലാ ടൗൺഷിപ്പുകളും ഇവിടെ നിന്ന് വീക്ഷിച്ചാൽ കാണാം. ഞാനിവിടെ സർക്കസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ടിപ്പിലാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ ഈ ഭംഗി ആസ്വദിക്കാനായിട്ട് ഇവിടെ വരാൻ കുറേ നേരം നിന്ന് ആസ്വദിച്ചു. ഇപ്പോൾ അതേ ഇരുന്ന് ആസ്വദിക്കുകയാണ് ഈ കാഴ്ച. നമ്മൾ ബീച്ചിലും പാർക്കിലും ഒക്കെ പോയിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസിൽ ഞാൻ ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇരിക്കുന്ന സ്ഥലം അത്തരം സ്ഥലമല്ല. ഒരു മൗണ്ടൻ്റെ, ഒരു ക്ലിഫിൻ്റെ അറ്റത്താണ് വന്നിരിക്കുന്നത്. താഴേക്ക് അതിഭീകരമായ ഗർത്തമാണ്, പക്ഷേ അത് കണ്ടാൽ പേടിയാകുന്ന ഒരു കാഴ്ചയല്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് താഴെ എന്നെ കാത്തിരിക്കുന്നത്. അതായത് നമ്മുടെ പൈൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ പൈൻ ട്രീസിൻ്റെ ഒരു നിരയാണ് താഴേക്ക്. പക്ഷേ താഴ്ച എത്രയാണെന്ന് അളക്കാൻ പറ്റില്ല. കാര്യം ഇതാ വലിയൊരു ഗർത്തം പോലെയാണ്. ആ താഴ്വാരമാണ്. ഞാൻ ആ ടോപ്പ് പോയിന്റിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല കാറ്റും, ഇത്രയും നല്ലൊരു വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഇത്ര എൻജോയബിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ഈ അടുത്ത കാലത്തൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇത് മറക്കാൻ പറ്റാത്തൊരു സായാഹ്നമായിട്ട് കുറിച്ചിടേണ്ടി വരും. അത്രയ്ക്ക് പിക്ചറസ് ആയിട്ടുള്ളൊരു സീനറിയാണ് ഞാനിപ്പോൾ കണ്ട് ആസ്വദിക്കുന്നത്. തിരക്കില്ല, ആൾക്കാരില്ല, ആരവമില്ല, ഒന്നുമില്ല. നല്ലൊരു സോളിറ്റ്യൂഡ്. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. ഇതൊക്കെ ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതകളാണ്. കുമാവൂൺ റീജിയൻ ഓഫ് ഉത്തരാഖണ്ഡ്. മറക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. അതിൻ്റെ വെസ്റ്റേൺ പാർട്ടാണെങ്കിലും ഈസ്റ്റേൺ പാർട്ടാണെങ്കിലും. നമ്മളിപ്പോൾ കിഴക്ക് ഭാഗത്താണ്. ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് ഭാഗമാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കുമാവൂൺ ഭാഗം. അങ്ങനെ മനോഹരമായ ദൃശ്യം. ഈ ക്ലിഫ് ടോപ്പിൽ വന്നു നിന്ന് ഞാൻ ആസ്വദിച്ച് എൻ്റെ സായാഹ്നം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ സൺസെറ്റിന്. സൂര്യൻ ഇങ്ങനെ താഴേക്ക് വന്നു തുടങ്ങി. അപ്പോൾ സൺസെറ്റ് വ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ സൂര്യാസ്തമയം കാണാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണിത്. എന്തായാലും എൻ്റെ ഈവനിങ് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. തിരിച്ച് പോകാൻ സമയമാകുന്നു. ഇനി തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇന്നത്തെ രാത്രി ഇവിടെ തന്നെയാണ്. വീണ്ടും നാളെ രാവിലെ കാഴ്ചകൾ കാണാനായിട്ടുണ്ടെന്നും ഒരല്പം ദൂരെയൊക്കെ സഞ്ചരിച്ച് ഇൻ ആൻഡ് അറൗണ്ട് അൽമോറ കൂടുതൽ കാഴ്ചകളുമായി നാളെ വരും. എന്തായാലും ഈ മനോഹര ദൃശ്യം കണ്ടുകൊണ്ട് മനസ്സിൽ വളരെയധികം സന്തോഷത്തോടുകൂടി യാത്രയാകുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ